പീരിയോഡിക് ടേബിളും മൂലകങ്ങളുടെ സ്വഭാവവും. മൂലകങ്ങളെ അവയുടെ ആറ്റോമിക നമ്പറിൻ്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്ന പട്ടികയാണ് പീരിയോഡിക് ടേബിൾ എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഒരു മൂലകം ടേബിളിൽ ഏത് ഭാഗത്ത് വിന്യസിച്ചിരിക്കുന്നു എന്നതിൽ നിന്നും ആ മൂലകത്തിൻ്റെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് ആറ്റോമിക നമ്പർ 12 ആയിട്ടുള്ള എക്സ് എന്ന മൂലകം പരിഗണിക്കുക. ഇതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 2, 8, 2 ആയിരിക്കും. ഇതിൽ നിന്നും ഗ്രൂപ്പ് 2 ആണെന്നും പീരീഡ് 3 ആണെന്നും മനസ്സിലാക്കാം. എക്സ് എന്ന മൂലകത്തിന് തൊട്ട് മുകളിലാണ് വൈ എന്ന മൂലകമെങ്കിൽ അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 2, 2. ഇതിൽ നിന്നും എക്സ് എന്ന മൂലകത്തിനും വൈ എന്ന മൂലകത്തിനും ഒരേ വാലൻസിയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ആറ്റത്തിൻ്റെ ബോർ മാതൃക. ബോർ മാതൃക പ്രകാരം ന്യൂക്ലിയസിന് ചുറ്റും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോണുകൾ നിശ്ചിത പഥമേഖലകളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇത്തരം സഞ്ചാരപഥങ്ങൾക്ക് ഷെൽ അഥവാ ഓർബിറ്റ് എന്നും പറയുന്നു. ബോർ മാതൃകയിൽ ഓരോ ആറ്റത്തിലും കെ, എൽ, എം, എൻ എന്നിങ്ങനെ ഷെല്ലുകളുണ്ട്. ഇവയെ 1, 2, 3, 4 എന്നിങ്ങനെ ഊർജ നിലകളായി സൂചിപ്പിക്കാം. കെ ഷെല്ലിൽ 2 ഇലക്ട്രോണുകൾ, എൽ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ, എം ഷെല്ലിൽ 18 ഇലക്ട്രോണുകൾ, എൻ ഷെല്ലിൽ 32 ഇലക്ട്രോണുകൾ. ഓരോ ഓർബിറ്റിലും അഥവാ ഷെല്ലിലും അടങ്ങിയിരിക്കുന്ന ഇലക്ട്രോണുകൾക്ക് ഒരു നിശ്ചിത അളവ് ഊർജമുണ്ടായിരിക്കും. അതുകൊണ്ട് ഷെല്ലുകളെ ഊർജ നിലകളെന്നും വിളിക്കുന്നു. ന്യൂക്ലിയസിൽ നിന്നും അകലും തോറും ഷെല്ലിലെ ഊർജനില കൂടുന്നു. ഊർജം കുറഞ്ഞതിൽ നിന്നും കൂടി വരുന്ന ക്രമത്തിലാണ് ഇലക്ട്രോണുകൾ നിറയുന്നത്. സബ് ഷെല്ലുകൾ. ആറ്റത്തിലെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഷെല്ലുകളിൽ ഉപ ഊർജ നിലകളിൽ ഇലക്ട്രോണുകൾ വിന്യസിച്ചിരിക്കുന്നു. ഇവയെ സബ് ഷെല്ലുകൾ എന്ന് വിളിക്കുന്നു. ഇവ എസ്, പി, ഡി, എഫ് എന്നിങ്ങനെ ക്രമത്തിൽ നാമകരണം ചെയ്യപ്പെടുന്നു. എസ് സബ് ഷെല്ലിലെ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2, പി സബ് ഷെല്ലിലെ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 6, ഡി സബ് ഷെല്ലിലെ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 10, എഫ് സബ് ഷെല്ലിലെ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 14. സബ് ഷെല്ലുകളുടെ ഊർജം കൂടി വരുന്ന ക്രമം താഴെ തന്നിരിക്കുന്ന വിധത്തിലാണ്: എസ് ലെസ് ദാൻ പി ലെസ് ദാൻ ഡി ലെസ് ദാൻ എഫ്. ഇനി ചില ആറ്റങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്ന വിധം പരിശോധിക്കാം. ആദ്യം ഹൈഡ്രജൻ. ഹൈഡ്രജന്റെ ആറ്റോമിക നമ്പർ 1 ആണ്. അതുകൊണ്ട് ആ ഇലക്ട്രോൺ 1ാമത്തെ ഓർബിറ്റിൽ എസ് സബ് ഷെല്ലിൽ ഉൾക്കൊള്ളുന്നു. ഇലക്ട്രോൺ വിന്യാസം 1s1 ആണ്. ഹീലിയം ആറ്റോമിക നമ്പർ 2, ഇലക്ട്രോൺ വിന്യാസം 1s2. ലിഥിയം ആറ്റോമിക നമ്പർ 3, ഇലക്ട്രോൺ വിന്യാസം 1s2, 2s1. കാർബൺ ആറ്റോമിക നമ്പർ 6, ഇലക്ട്രോൺ വിന്യാസം 1s2, 2s2, 2p2. സോഡിയം ആറ്റോമിക നമ്പർ 11, ഇലക്ട്രോൺ വിന്യാസം 1s2, 2s2, 2p6, 3s1. ക്ലോറിൻ ആറ്റോമിക നമ്പർ 17, ഇലക്ട്രോൺ വിന്യാസം 1s2, 2s2, 2p6, 3s2, 3p5. ആർഗൺ ആറ്റോമിക നമ്പർ 18, ഇലക്ട്രോൺ വിന്യാസം 1s2, 2s2, 2p6, 3s2, 3p6. ഊർജം കൂടുന്നതിനനുസരിച്ച് സബ് ഷെല്ലുകളിൽ ഇലക്ട്രോണുകൾ നിറയുന്നതിൻ്റെ ക്രമം എഴുതാം. 1s, 2s, 2p, 3s, 3p, 4s, 3d, 4p, 5s, 4d, 5p, 6s, 4f, 5d, 6p, 7s, 5f. ഇനി മറ്റു ചില മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം എഴുതി നോക്കാം.
സ്കാൻഡിയം ആറ്റോമിക് നമ്പർ 21. ഇലക്ട്രോൺ വിന്യാസം 1s2, 2s2, 2p2, 3s2, 3p6, 4s2, 3d1. ഇതേ രീതിയിൽ ആറ്റോമിക് നമ്പർ 24 ക്രോമിയത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d4 എന്നാണ് എഴുതേണ്ടത്. എന്നാൽ 3d4നേക്കാൾ സ്ഥിരത 3d5 ഉള്ളതുകൊണ്ട് 4sൽ നിന്നും ഒരു ഇലക്ട്രോൺ 3dയിലേക്ക് നീങ്ങുകയും യഥാർത്ഥ ഇലക്ട്രോൺ വിന്യാസം താഴെ തന്നിരിക്കുന്ന രീതിയിലും ആകുന്നു. 1s2, 2s2, 2p6, 3s2, 3p6, 4s1, 3d5. ഇതുപോലെ ആറ്റോമിക് നമ്പർ 29 കോപ്പറിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 1s2, 2s2, 2p6, 3s2, 3p6, 4s1, 3d10 ആണ്. ഇതിന് കാരണം d10ൻ്റെ ഇലക്ട്രോൺ വിന്യാസം കൂടുതൽ സ്ഥിരതയുള്ളതാണ്. പീരിയോഡിക് ടേബിളിലെ ബ്ലോക്കുകൾ. പീരിയോഡിക് ടേബിളിലെ മൂലകങ്ങളെ അതേ സബ്ഷെല്ലിൽ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 4 ബ്ലോക്കുകളായി തരംതിരിച്ചിരിക്കുന്നു. അവ എസ് ബ്ലോക്ക് മൂലകങ്ങൾ, പി ബ്ലോക്ക് മൂലകങ്ങൾ, ഡി ബ്ലോക്ക് മൂലകങ്ങൾ, എഫ് ബ്ലോക്ക് മൂലകങ്ങൾ എന്നിവയാണ്. 1ഉം 2ഉം ഗ്രൂപ്പിലെ മൂലകങ്ങളാണ് എസ് ബ്ലോക്ക് മൂലകങ്ങൾ. 13 മുതൽ 18 വരെ ഗ്രൂപ്പിലെ മൂലകങ്ങളാണ് പി ബ്ലോക്ക് മൂലകങ്ങൾ. 3 മുതൽ 12 വരെ ഗ്രൂപ്പിലെ മൂലകങ്ങളാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ. പീരിയോഡിക് ടേബിളിൽ തൊട്ട് താഴെയായി 2 നിരകളിലായി എഫ് ബ്ലോക്ക് മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നു. എസ് ബ്ലോക്കിലെയും പി ബ്ലോക്കിലെയും മൂലകങ്ങളെ ഒരുമിച്ച് പ്രാതിനിധ്യ മൂലകങ്ങൾ അഥവാ റെപ്രസെൻറ്റേറ്റീവ് എലമെന്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. സംക്രമണ മൂലകങ്ങൾ ഉൾപ്പെട്ടതാണ് ഡി ബ്ലോക്ക്. ഇവയെല്ലാം ലോഹങ്ങളാണ്. ഉദാഹരണം കോപ്പർ, ഇരുമ്പ്, സിങ്ക് മുതലായവ. സംക്രമണ മൂലകങ്ങളുടെ പ്രത്യേകതകൾ. സംക്രമണ മൂലകങ്ങൾ വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥ കാണിക്കുന്നു. ഉദാഹരണം ഇരുമ്പ് ക്ലോറിനുമായി പ്രവർത്തിക്കുമ്പോൾ 2 തരത്തിലുള്ള സംയുക്തങ്ങൾ ഉണ്ടാകുന്നു. ഫെറസ് ക്ലോറൈഡ് FeCl2. ഇതിൽ ഇരുമ്പിൻ്റെ ഓക്സീകരണാവസ്ഥ +2 ആണ്. ഫെറിക് ക്ലോറൈഡ് FeCl3. ഇതിൽ ഇരുമ്പിൻ്റെ ഓക്സീകരണാവസ്ഥ +3 ആണ്. സംക്രമണ മൂലകങ്ങൾ നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു. ഉദാഹരണം ഫെറസ് സൾഫേറ്റിന് പച്ച നിറമാണ്, എന്നാൽ ഫെറിക് സൾഫേറ്റിന് തവിട്ട് നിറമാണ്. സംക്രമണ മൂലകങ്ങൾ സങ്കീർണങ്ങളായ സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു. നിറമുള്ള സംക്രമണ മൂലക സംയുക്തങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ പരിശോധിക്കാം. കോപ്പർ സൾഫേറ്റ് നീല, കുപ്രിക് ക്ലോറൈഡ് പച്ച നിറം, കൊബാൾട്ട് നൈട്രേറ്റ് പിങ്ക്, മാംഗനീസ് ഡയോക്സൈഡ് കറുപ്പ്. ലാൻഥനോണുകളും ആക്ടിനോണുകളും ഉൾപ്പെട്ടതാണ് എഫ് ബ്ലോക്ക് മൂലകങ്ങൾ. എഫ് ബ്ലോക്ക് മൂലകങ്ങളിൽ ലാൻഥനോണുകൾ പൊതുവെ റെയർ എർത്ത്സ് എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിന്റെ കടൽ തീരങ്ങളിൽ കണ്ടുവരുന്ന കരിമണലിൽ ഇവ അടങ്ങിയിരിക്കുന്നു. യുറേനിയം, തോറിയം എന്നീ മൂലകങ്ങൾ ആക്ടിനോണുകളിൽ പ്രധാനപ്പെട്ടവയാണ്. ആക്ടിനോണുകളിൽ പലതും മനുഷ്യനിർമ്മിതവും റേഡിയോ ആക്റ്റീവുമായ മൂലകങ്ങളാണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി. രാസബന്ധനത്തിൽ ഏർപ്പെട്ട 2 ആറ്റങ്ങൾക്കിടയിലുള്ള ബന്ധിത ഇലക്ട്രോണുകളെ ആകർഷിക്കാനുള്ള അതത് ആറ്റത്തിന്റെ കഴിവാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഫ്ലൂറിനാണ്. ഫ്ലൂറിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി 4 ആണ്. പോളിങ്സ് സ്കെയിൽ. മൂലകങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി താരതമ്യം ചെയ്യുന്നതിന് സ്വീകരിക്കുന്ന രീതിയാണ് പോളിംഗ് സ്കെയിൽ.
ലിനസ് പോളിംഗ് എന്ന അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് ഇത് ആവിഷ്കരിച്ചിരിക്കുന്നത്. 0-നും 4-നും ഇടയിലുള്ള സംഖ്യകളാണ് ഇതിനായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. 2 ആറ്റങ്ങൾ തമ്മിൽ സംയോജിക്കുമ്പോൾ അവയിൽ ഏതു തരത്തിലുള്ള രാസബന്ധനമാണ് എന്നത് ആറ്റങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ വ്യത്യാസത്തെ ആശ്രയിച്ചിരിക്കുന്നു. 2 ആറ്റങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റിയിലുള്ള വ്യത്യാസം 1.7-ൽ കൂടുതലാണെങ്കിൽ അവ അയോണിക ബന്ധനത്തിൽ ഏർപ്പെടുന്നു. ഉദാഹരണം, സോഡിയം ഇലക്ട്രോനെഗറ്റിവിറ്റി 0.9, ഫ്ലൂറിൻ ഇലക്ട്രോനെഗറ്റിവിറ്റി 4.0. ഇവ തമ്മിൽ സംയോജിക്കുമ്പോൾ അയോണിക ബന്ധനമുണ്ടാകുന്നു. കാരണം ഇലക്ട്രോനെഗറ്റിവിറ്റി വ്യത്യാസം 4.0 മൈനസ് 0.9 സമം 3.1. ഇലക്ട്രോനെഗറ്റിവിറ്റിയിലുള്ള വ്യത്യാസം 1.7-ൽ കുറവാണെങ്കിൽ അവ സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെടുന്നു. ഉദാഹരണം, ഹൈഡ്രജൻ ഇലക്ട്രോനെഗറ്റിവിറ്റി 2.1, ക്ലോറിൻ ഇലക്ട്രോനെഗറ്റിവിറ്റി 3.0. സംയോജിച്ച് ഹൈഡ്രജൻ ക്ലോറൈഡ് HCl ഉണ്ടാകുന്നു. ഇവ തമ്മിലുള്ള ഇലക്ട്രോനെഗറ്റിവിറ്റി വ്യത്യാസം 3.0 മൈനസ് 2.1 സമം 0.9 പോളാർ സഹസംയോജക ബന്ധനം. സഹസംയോജക ബന്ധനത്തിൽ ഉൾപ്പെട്ട മൂലക ആറ്റങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി വിലകൾ തമ്മിൽ അന്തരമുണ്ടെങ്കിൽ ബന്ധിത ഇലക്ട്രോണുകൾ കൂടുതൽ ഇലക്ട്രോനെഗറ്റീവായ മൂലക ആറ്റത്തിന്റെ ഭാഗത്തേക്ക് നീങ്ങാനുള്ള പ്രവണത കാണിക്കുന്നു. ഇതിന്റെ ഫലമായി ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ആറ്റത്തിൽ ഭാഗികമായ നെഗറ്റീവ് ചാർജും ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞ ആറ്റത്തിൽ ഭാഗികമായ പോസിറ്റീവ് ചാർജും രൂപപ്പെടുന്നു. ഇത്തരം ബന്ധനങ്ങളെ പോളാർ സഹസംയോജക ബന്ധനമെന്ന് പറയുന്നു. ഡെൽറ്റ പോസിറ്റീവ്, ഡെൽറ്റ നെഗറ്റീവ് എന്നീ പ്രതീകങ്ങളിലൂടെ ഇവയുടെ ചാർജ് സൂചിപ്പിക്കുന്നു. ഉദാഹരണം, ഹൈഡ്രോക്ലോറിക് ആസിഡ് തന്മാത്രയിൽ ഡെൽറ്റ പോസിറ്റീവ് ചാർജ് ഹൈഡ്രജനും ഡെൽറ്റ നെഗറ്റീവ് ചാർജ് ക്ലോറിൻ ആറ്റത്തിനും കാണുന്നു. പോളാർ തന്മാത്രകൾക്ക് ഭാഗികമായി അയോണിക സ്വഭാവമുണ്ടായിരിക്കും. ജലം, ഹൈഡ്രജൻ ഫ്ലൂറൈഡ്, അമോണിയ തുടങ്ങിയവ പോളാർ സ്വഭാവമുള്ള മറ്റ് സംയുക്തങ്ങളാണ്. അയോണീകരണ ഊർജം. വാതകാവസ്ഥയിലുള്ള ഒറ്റപ്പെട്ട ഒരു ആറ്റത്തിൽ നിന്ന് ഏറ്റവും ദുർബലമായി ബന്ധിക്കപ്പെട്ടിട്ടുള്ള ഇലക്ട്രോണിനെ മാറ്റുന്നതിനാവശ്യമായ കുറഞ്ഞ ഊർജമാണ് അയോണീകരണ ഊർജം. അയോണീകരണ ഊർജത്തിന്റെ യൂണിറ്റ് കിലോ ജൂൾസ് പെർ മോൾ ആണ്. ആറ്റത്തിന്റെ വലിപ്പം കൂടുന്തോറും അയോണീകരണ ഊർജം കുറഞ്ഞിരിക്കും. ആറ്റത്തിന്റെ വലിപ്പം കുറയും തോറും അയോണീകരണ ഊർജം കൂടുന്നു. ഒരു പീരീഡിൽ ഇടത്തുനിന്ന് വലത്തേക്ക് പോകുന്തോറും അയോണീകരണ ഊർജം കൂടുന്നു. കാരണം വലിപ്പം കുറയുന്നതാണ്. ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴോട്ട് വരുന്തോറും അയോണീകരണ ഊർജം കുറയുന്നു. കാരണം വലിപ്പം കൂടുന്നു. മെൻഡലിയഫിന്റെ പഴയ പീരിയോഡിക് ടേബിളിൽ നിന്നും വലിയ മാറ്റങ്ങൾ നാം ഇന്നുപയോഗിക്കുന്ന ആധുനിക പീരിയോഡിക് ടേബിളിന് സംഭവിച്ചിട്ടുണ്ട്. വിപ്ലവകരമായ മാറ്റങ്ങളാണ് പീരിയോഡിക് ടേബിളിന്റെ കണ്ടുപിടുത്തത്തിന് ശേഷം രസതന്ത്രത്തിന് സംഭവിച്ചിട്ടുള്ളത്.